സുഹൃത്തുക്കളെ, ഇന്നിപ്പം ചെയ്യാൻ പോകുന്ന ഒരു നെറ്റ്ലിങ്കിൻ്റെ മോഡമാണ്. സിംഗിൾ ബാൻഡാണ്. അതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് HG323 നമുക്ക് ഇതിപ്പോൾ ലൈൻ കേബിൾ വെച്ചാണ് ഞാനിത് കൊടുത്തേക്കുന്നത്. മോഡത്തിൽ നിന്ന് ലാപ്പിലോട്ടോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോട്ടോ ഒരു ലൈൻ കേബിൾ വെച്ച് കൊടുത്ത് ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ വൈഫൈ വഴിയും ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ലൈൻ കേബിൾ വെച്ച് കൊടുത്താണ് ഇതിപ്പം നമ്മൾ റൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നെറ്റ്ലിങ്കിൻ്റെ ഏകദേശം എല്ലാ മോഡലിലും IP നമ്പർ ഇത് തന്നെയാണ്. 192.168.1.1 ഇതാണ് അവരെ IP നമ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ലോഗിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഇതിനകത്ത് അതിൻ്റെ യൂസർ നെയിം വന്നിട്ട് അഡ്മിൻ എന്നാണ്. പാസ്വേഡ് കമ്പനി ഇട്ടേക്കുന്ന പാസ്വേഡാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറയും. നമുക്ക് ഈ കമ്പനി ഇട്ടേക്കുന്ന പാസ്വേഡ് അടിക്കാം ആദ്യം. അവർ കമ്പനി ഇട്ടേക്കുന്ന പാസ്വേഡ് വന്നിട്ട് STD എന്നാണ്. STD വലിയ അക്ഷരം ONU 101 എന്നാണ് കമ്പനി ഇട്ടേക്കുന്നത്. നമുക്ക് ഈ വെരിഫിക്കേഷൻ കോഡും കൂടെ അടിക്കാം. 7 അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആദ്യത്തെ പഴയ അവർ ഏത് ONU-ലായിരുന്നാലും ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇപ്പോൾ കമ്പനി പാസ്വേഡ് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കണം. STD ONU 101 എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് അത് ചേഞ്ച് ആകുമ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തിരിച്ചു വന്ന് നിൽക്കും. അവിടെ നമ്മൾ റോങ് ആയിട്ട് കൊടുത്തെങ്കിൽ അവിടെ റോങ് എന്ന് കാണിക്കും. ഇനി നമ്മൾ അഡ്മിനാണ് യൂസർ നെയിം. അത് തന്നെയാണ്. നമ്മൾ ഇട്ട പാസ്വേഡ് കൊടുക്കുകയാണ്. ഇത് നമ്മളിട്ട പാസ്വേഡ് കൊടുത്തതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ആദ്യം നമുക്ക് ഈ നെറ്റ്വർക്കിലാണ് പോകുന്നത്. ഇതിനകത്ത് നെറ്റ്വർക്കിനകത്താണ് നമുക്ക് റൂട്ട് ചെയ്യുന്നത്. ഞാൻ നമുക്ക് വൈഫൈ വഴി എങ്ങനെ ചെയ്യാമെന്നും കൂടെ ഇതിനകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കമ്പനി ഇട്ടേക്കുന്ന ഒരു പാസ്വേഡാണ് ഇത്. 12345678. നമ്മൾക്ക് വൈഫൈ വഴിയാണ്. ഇപ്പം നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ലാൻഡ് കേബിൾ ഇല്ലാതെയോ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ ഇതാണ് കമ്പനി ഇട്ടേക്കുന്ന വൈഫൈ പാസ്വേഡ്. ആ വൈഫൈ പാസ്വേഡ് വഴിയേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടെ ഇത് പുതിയ വെർഷനാണെങ്കിൽ നമുക്ക് ഇവിടെ ഷോ കാണിക്കും. ഇതിപ്പം കുറച്ച് പഴയ വെർഷൻ ആവുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പാസ്വേഡ് കമ്പനി ഇട്ടേക്കിനെ കാണിക്കും. അപ്പം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വൈഫൈ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പം നമുക്കിതെല്ലാം മോഡം കണക്ട് ചെയ്ത് വെച്ചിട്ട് വൈഫൈ സെർച്ച് ചെയ്യുമ്പം ഇതേപോലെ ഒരു SSID, അവരെ കമ്പനിയുടെ SSID എന്താണോ അത് വരും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാസ്വേഡ് അടിച്ചു കൊടുത്ത് അതിനകത്ത് കയറിയതിന് ശേഷം ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് തുടക്കത്തിലേ ചെയ്തു വരാൻ പറ്റും. പിന്നെ ഒരു പാസ്വേഡ്, അതായത് നമുക്ക് പാസ്വേഡ് അറിഞ്ഞുകൂടാ, ഒരു കസ്റ്റമറിന് പാസ്വേഡ് അറിഞ്ഞുകൂടായിരിക്കുമ്പം പാസ്വേഡ് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേറൊരു മൊബൈൽ വാങ്ങിയോ എന്തെങ്കിലും രീതിയിൽ പാസ്വേഡ് അവർക്ക് അറിയണം, അല്ലെങ്കിൽ ചേഞ്ചസ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ
ഇപ്പം എന്തായാലും ഒരു ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ, നമുക്ക് വൈഫൈ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതേമാതിരി നമുക്ക് പാസ്വേഡ് മാറ്റാൻ പറ്റും. ഈ പാസ്വേഡ് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഇത് ചെയ്യുമ്പം കസ്റ്റമറാണ് ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് പേജിൽ ഒരു കാര്യവും ചെയ്യല്. ഈ വേൻ പോർട്ടലെ വേനിൻ്റെ ഈ ഇതിനകത്ത് പോയിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുമ്പോഴെല്ലാം അത് എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പറേറ്ററെ വിളിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് 8 അക്കമുള്ള ഒരു പാസ്വേഡ് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഏത് കസ്റ്റമറിനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം നെറ്റ്വർക്ക് പേജിൽ പോയി ഒന്നും ചെയ്യാതിരിക്കുക. ഈ WLANൽ പോയിട്ട് നമുക്ക് പാസ്വേഡ് മാറ്റി എന്തുവേണോ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോവുകയാണ്. നെറ്റ്വർക്കിനകത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹോം നെറ്റ്വർക്കിനകത്ത് നമ്മൾ വന്നു. നെറ്റ്വർക്കിനകത്ത് നമുക്കൊരു വേല ഇതിനങ്ങ് ഡിലീറ്റ് കളയാം. നമ്മൾ പുതിയതായിട്ട് നമ്മൾ റൂട്ട് കൊടുക്കുകയാണ്. IP4 ആണെങ്കിൽ നമ്മൾ ISP IP4 IP6 സപ്പോർട്ട് ചെയ്യുമെങ്കിൽ IP4 ആൻഡ് IP6 അത് നമ്മൾ ചെയ്യുന്നു. പിന്നെ VLAN നമുക്ക് ഓരോരുത്തർക്കും VLAN ഉണ്ട്. ആ VLAN നമ്മൾ അടിക്കുന്നു. ഈ കമ്പനി നമ്മൾ കേരള വിഷനെ സംബന്ധിച്ച് 1480 ഇടാനാണ് അവർ പറയുന്നത്. പിന്നെ യൂസർ നെയിം ഇവിടെയാണ് യൂസർ നെയിം അടിക്കുന്നത്. ഇത് യൂസർ നെയിം എൻ്റെ ഒരു യൂസർ നെയിമാണ്. നിങ്ങളും ഇതേപോലെ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും ഇതേപോലെ തന്നെ അടിക്കണം. ഇതേപോലെ അടിക്കുക. ഇന്റർനെറ്റ് നമുക്കിപ്പം TRC ആണ്. ഈ TRC ഇന്റർനെറ്റ് ഇടണമെങ്കിൽ TRC ഇന്റർനെറ്റ് ഇടാം. അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാത്രമാണെങ്കിൽ ഇന്റർനെറ്റ് മാത്രം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കമ്പനി അതായത് ഏത് ISPയുടെ രീതി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇടാം. TRC ഇന്റർനെറ്റ് ഇടാം. ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ടും ലൈൻ പോർട്ട് 1ഉം 2ഉം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല, റൂട്ടാണ്. IP6 PPPoയിലാണ് നമ്മൾ ചെയ്യുന്നത്. VLAN എൻ്റെ ഒരു VLAN MTU 1480 എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ ചെയ്തു. നമുക്ക് സേവ് കൊടുക്കും. സേവായി. ഇനി നമുക്ക് ഇത് അപ്പായെന്ന് നോക്കാം. സ്റ്റാറ്റസിൽ പോകുന്നു. ഇത് അപ്പായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് IP6 കൂടെ വരികയാണെങ്കിൽ ഇതിനകത്തും IP6 ഇപ്പം എൻ്റെ ഈ യൂസർ നെയിമിനകത്ത് IP6 ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ എടുക്കാത്തത്. അല്ലെങ്കിൽ IP6ൻ്റെ IPയും കൂടെ ഇവിടെ കാണിക്കും കേട്ടോ. അപ്പം നമുക്കിതാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡിലേ ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ TRC ഇന്റർനെറ്റ് ഇവിടെ പറഞ്ഞത്. നേരത്തെ നമ്മൾ ചെയ്തത് കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സെറ്റിങ്സ്. ഇത് നമുക്ക് ഓപ്പറേറ്റർമാരെ വൈഫിനായിരുന്നാലും മക്കൾക്കായിരുന്നാലും ഇനിയുള്ള തലമുറകൾക്ക് ഇത് അറിഞ്ഞുകൂടല്ലോ. അപ്പം അവർക്കും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇതായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത പോണത് ഇതിനകത്താണ്, പാനലിലാണ് പോകുന്നത്. പിന്നെ ലാനിനകത്ത് നമുക്ക് IP6-നകത്താണെങ്കിൽ കേരള വിഷൻ പറയുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ഇത്, അതായത് ലാനിനകത്ത് വന്നിട്ട് IP6 കോൺഫിഗറേഷനകത്ത് നമുക്ക് ഇങ്ങനെ പ്രോസി വരും. നമുക്ക് ഇതിനെ വേനാക്കിയിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നമ്മൾ അവിടെ ചെയ്ത് ഇവിടെ ഇങ്ങനെ വരും. സേവായി. ഇതിപ്പം ഇതും സേവ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ IP6-ന് ഉള്ളത് ഡിസേബിൾ ചെയ്യാനാണ് പറയുന്നത്. ഇതും ഡിസേബിൾ ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ വാനിൽ പോകുന്നു, WLANൽ പോകുന്നു. ഇവിടെയാണ് നമ്മൾ SSID. ഇവിടെ SSID ഇപ്പം കമ്പനി ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം.
ഇപ്പം കണ്ടല്ലോ, ഇവിടെ ചെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തത് കാര്യം, നമുക്ക് സെക്യൂരിറ്റിയിലാണ് പോകുന്നത്. സെക്യൂരിറ്റിയിൽ നമുക്കിവിടെ 8 അക്കമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കിടക്കാം. ഇവിടെ 1 തൊട്ട് 8 വരെയുള്ള പാസ്വേഡാണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് കാണണമെങ്കിൽ ഈ WPS കോൺഫിഗറേഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കീ കാണാം. അതെ, ഇതിനിപ്പം ഇത് കമ്പനി ഇട്ടേക്കുന്ന പാസ്വേഡാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കസ്റ്റമറിനും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റർമാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. നമുക്ക് ഇനിയും ഇതേപോലത്തെ ഓരോ വീഡിയോ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.